പ്രേക്ഷകർക്ക് സുപരിചിതനാണ് കിഷോർ. സിനിമയിലും സജീവമായ കിഷോർ വിവിധ പരിപാടികളിലൂടെ ഏറെക്കാലമായി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ്. ഇപ്പോഴിതാ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കിഷോർ. സിനിമകളിലും സ്റ്റേജ് ഷോകളിലും സജീവമാകാത്തത് ഒരു കുറവ് തന്നെയാണ്. താനന്ന് സിനിമയിൽ വന്നപ്പോൾ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. അച്ഛനൊക്കെ സർക്കാർ ജോലിയായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർക്കും അതായിരുന്നു താല്പര്യം. പക്ഷെ അതിങ്ങനെ പലതിലേക്കുമായി വ്യാപിച്ചുപോയി കരിയർ. ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അന്നൊക്കെ ഒരുപാട് കമ്മിറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. അതൊന്നുമില്ലെങ്കിലും എവിടെയെങ്കിലും എത്താമായിരുന്നു. നമുക്ക് രണ്ട് കണ്ണുമടച്ച് ഇറങ്ങാം. സിനിമ നമുക്കാണ് വേണ്ടത്, നമ്മളെ സിനിമയ്ക്കല്ല വേണ്ടത്. നമ്മളെക്കാൾ എത്രയോ കഴിവുള്ള കലാകാരന്മാർ പുറത്തുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിവ് മാത്രമല്ല ഭാഗ്യവും ഒരു പ്രധാന കാര്യമാണ്. കഴിവ് ഒരു പരിധിവരെ വേണം. അവസരങ്ങളാണ് ശരിക്കും താരങ്ങളാക്കുന്നത്. അത് കിട്ടുമ്പോൾ അപ്പോൾ പോവണം. നമ്മൾ കമ്മിറ്റ്മെന്റുകൾ പറഞ്ഞിരുന്നാൽ ഒന്നും നടക്കില്ല. ബിസിനസ്, രാഷ്ട്രീയം, സിനിമ ഇതൊക്കെ അങ്ങനെയാണ്. വേണ്ട സമയത്ത് നമ്മളെ അവിടെ കണ്ടില്ലെങ്കിൽ ആ പ്രസൻസ് വേറെ ഒരാൾ എടുക്കും. അത്രയേ ഉള്ളൂ കാര്യം. അത് നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ള ആളായിരിക്കും. ജനപ്രിയൻ എന്ന സിനിമയിലായിരുന്നു എനിക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം ലഭിച്ചത്. മനോജേട്ടനും ജയസൂര്യയുമായിരുന്നു അതിൽ. മനോജേട്ടന്റെ കൂടെയുള്ള ത്രൂ ഔട്ട് കഥാപാത്രമായിരുന്നു എന്റേത്. പിന്നെ സകുടുംബം ശ്യാമള, അതിൽ ചാക്കോച്ചനായിരുന്നു. പിന്നെ മുംബൈ പോലീസ് റോഷൻ ആൻഡ്രൂസ്, അതിൽ ഒറ്റ സീനായിരുന്നു. 4 മിനിറ്റോളം വരുന്ന ഒറ്റ സീനായിരുന്നു. എന്റെ കടയിലേക്ക് രാജു വരുന്ന സിഗരറ്റ് വാങ്ങാൻ അതായിരുന്നു. ഒറ്റ ഷോട്ടായിരുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ ടേക്ക് തന്നെ ഓക്കെ ആയിരുന്നു. 3.5 മിനിറ്റ് ഷോട്ടായിരുന്നു. ഒരെണ്ണം കൂടി എടുത്തിരുന്നു. ഇവർ വിവാഹിതരായി എന്ന സിനിമയിലും അതുപോലെ ഒരു സീൻ ഉണ്ടായിരുന്നു. സിനിമ വരുമ്പോൾ എന്നെ കൂടി വിളിക്കണേ എന്നൊക്കെ പലരോടും ചോദിക്കാറുണ്ട്. അവസരം ചോദിക്കുന്നതിന് മടിക്കേണ്ട കാര്യമില്ല. അതൊരു കുറവോ കുറ്റമോ ഒന്നുമല്ല. നമ്മൾ ഒന്നും സിനിമയിൽ മസ്റ്റ് ഒന്നുമല്ല. എല്ലാ മേഖലയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അടുത്ത കാലത്താണ് ഇത് മാറ്റമുണ്ടായത്. ഇവർ വിവാഹിതനായാൽ ജനപ്രിയനൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ജനപ്രിയനിൽ മനോജേട്ടന്റെ ഡ്രൈവറാണ്. എനിക്കാണെങ്കിൽ അന്ന് കാർ മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയില്ല. ക്ലോസപ്പിൽ എന്നെ കാണിക്കും. കാർ ഇങ്ങനെ അനക്കി. ലോങ് ഷോട്ടിൽ വേറെ ആള് വരും. എന്നെ ഓരോ മിനിറ്റിലും മനോജേട്ടൻ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും എടാ നിനക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനൊരു നാരങ്ങ വെള്ളമൊക്കെ പറഞ്ഞാൽ അപ്പോൾ പറയും ഡ്രൈവിംഗ് അറിയാത്തവന് കൊടുക്കണ്ട എന്നൊക്കെ. വർഷങ്ങൾക്ക് ശേഷം ഏഷ്യാനെറ്റിന്റെ ഒരു അവാർഡ് പരിപാടിക്ക് ഞാൻ അവതാരകനായി പുറത്തുണ്ടായിരുന്നു. അവിടെ വന്നപ്പോഴും പുള്ളി ചോദിച്ചു, ഡ്രൈവിംഗ് പഠിച്ചോ നീ എന്ന്. ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളാണ് നമുക്ക് സിനിമയും സീരിയലും ഒക്കെ തരുന്നത്. പലപ്പോഴും നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ അതൊക്കെ ഒരു കോൺഫിഡൻസിൽ നമ്മൾ അങ്ങ് ചെയ്യണം. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോഴും നമുക്ക് കമ്മിറ്റ്മെന്റുകളോടെ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് കോൺഫിഡൻസോടെ ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റണം. സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ടും കൽപ്പിച്ചിറങ്ങുന്നവർക്കേ സിനിമ കാണുള്ളൂ. അല്ലാതെ നമുക്ക് ഈ കാര്യവും വേണം, ആ കാര്യവും വേണം, മറ്റേ കാര്യവും വേണം, അതിന്റെ കൂടെ സിനിമയും വേണം എന്ന് പറഞ്ഞാൽ ഒന്നും പറ്റില്ല. സിനിമയ്ക്ക് സിനിമയുടേതായ ഒരു വാല്യൂ ഉണ്ട്. നമുക്ക് സിനിമയെ വേണമെങ്കിൽ സിനിമയ്ക്ക് നമ്മളെയും വേണമായിരിക്കും. അല്ലാതെ നമ്മൾ എഫേർട്ട് എടുക്കാതെ സിനിമ നമ്മളെ വന്ന് എടുത്തുകൊണ്ട് പോവും എന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നും